രാവിലെ പുട്ടും ബീഫും വേണത്രേ. പുട്ടും ബീഫും വേണം. അങ്ങനെ പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് കുമാർ കഫേയിൽ പോയി. നല്ല മണം വരുന്നത് ചേട്ടായി. നല്ല ഒന്നാന്തരം ചൂട് പുട്ടും ബീഫും, നല്ല ഒന്നാന്തരം കാപ്പി. ഇത് കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വിട്ടത് തിരുവനന്തപുരത്തെ ലുലു മാളിലേക്കാണ്. കുറേ കാലങ്ങളായി ഷോപ്പിംഗ് നടത്തിയിട്ട്, അതുകൊണ്ടൊരു അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തി. പോട്ടെ അതിനുള്ള സമയമായിട്ടില്ല. ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഏകദേശം ലഞ്ചിൻ്റെ സമയമായി. ലഞ്ച് കഴിക്കാൻ വലിയ കാര്യമായിട്ട് വിശപ്പില്ലാതിരുന്നതുകൊണ്ട് ഈ 2 ജ്യൂസിലും ഈ പാനിപ്പൂരിയിൽ ഒതുക്കി. വിനീഷയുടെ ഫേവറേറ്റാണ് ഈ പാനിപ്പൂരി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയം ഏകദേശം 3 മണി. വിനോദ് വന്നു. വിനോദിനെ കൊണ്ട് കഴിഞ്ഞ വർഷത്തെ മീഡിയ സിറ്റിയുടെ മികച്ച നടനുള്ള അവാർഡ് വാങ്ങാൻ വേണ്ടി പോയി. മുറിയിലെ ഇഷ്ടതാരമായി സ്റ്റെബിൻ ഇടമുറപ്പിച്ചു. അഭിനയകലയിൽ വേറിട്ട വേഷപ്പകർച്ചകളെ അവിസ്മരണീയമാക്കി. അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഏകദേശം 6 മണിയോടടുത്തു. അവിടെ നിന്ന് നേരെ വണ്ടിയെടുത്ത് തിരുവനന്തപുരത്തെ ഫേമസ് ബട്ടർ ഗുൽക്കണ്ട് കഴിക്കാൻ പോയി. കൊള്ളാവുന്ന ഒരു ഡെസേർട്ട്. മിക്സ് ചെയ്ത് കഴിച്ചാൽ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്ന തെറ്റില്ലാത്തൊരു ഡെസേർട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ 3 പേരുടെ ഒരു സിനിമയ്ക്ക് പോയി. കുറേ കാലങ്ങളായി ഒരു സിനിമയ്ക്ക് പോയിട്ട്. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പിൻ്റെ വിളി കേട്ടു. നേരെ ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ചൂട് ദോശയും നല്ല ഒന്നാന്തരം ചിക്കൻ ഫ്രൈയും നല്ല പൊറോട്ടയും കഴിച്ചു. അപ്പോഴേക്കും സമയം ഒരുപാട് അതിക്രമിച്ചു. ഏകദേശം 11 മണിയായി. ഇനി വിനീഷയ്ക്ക് നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടിക്ക് കയറണം. എനിക്ക് ഷൂട്ടിന് പോകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ. ഭയങ്കര തളർന്നു. രാവിലെ 4:30 ട്രെയിനാണ്.